ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കർക്കിടകം സ്പെഷ്യലായിട്ട് അരിയുണ്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോണേക്കാളും മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇന്നപ്പോൾ കുക്ക് ചെയ്യണത് മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. ഞാനപ്പോൾ ഫുള്ള് വീഡിയോഗ്രാഫി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ പുകച്ച് എന്താ പറയുക വറക്കണം എന്നാണ് ആൾ പറഞ്ഞേക്കണത്. അപ്പോൾ ശരിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരിയൊക്കെ നന്നായി വറുത്ത് സെറ്റാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി അതേ ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ക്യാഷും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ക്യാഷിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും കൂടി യൂസ് ചെയ്യാം. നമ്മുടെ ഇല്ലാത്ത കാരണം ക്യാഷ് മാത്രം റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് തേങ്ങയും കൂടി നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ. തേങ്ങ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാലും മതി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരിയുടെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ആ പൊടിച്ചതിലേക്ക് ശർക്കരയും ഞാൻ ഒരു ഗ്ലാസ് തന്നെയാണ് എടുത്തേക്കണത്. ശർക്കരയും അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ ക്യാഷ്യും നാളികേരവും കൂടിയിട്ട് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലത്തെ രീതിയിലാട്ടോ കിട്ടുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, തരിതരൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ ലഡുവിനൊക്കെ ലഡു ബോളാക്കണ പോലെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് സൈസൊക്കെ വലുതാക്കാം, ചെറുതാക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് ലഡുവിൻ്റെ ഒക്കെ ഒരു സൈസിലാട്ടോ ബോൾ ചെയ്തെടുക്കണത്. അപ്പം നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ അരിയുണ്ട ദാ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.